രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. ശരിയാണോ? രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുമായിട്ട് ഇടപെടാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഒരു പരിധിവരെ അഭിപ്രായം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാജീവ് ചന്ദ്രശേഖറിന് കൈമാറി കിട്ടിയ, അതായത് കെ സുരേന്ദ്രൻ കൊടുത്ത പാർട്ടി എന്ന് പറയുന്നത് ഗ്രൂപ്പിസം കൊണ്ട് വലഞ്ഞ, ഗ്രൂപ്പിസം കൊണ്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന് കൈമാറി കിട്ടിയത്. കേരളത്തിലെ BJPയിലെ 3 തരത്തിലുള്ള മെമ്പർമാരുണ്ട്. പഴയ കാലം തൊട്ടേ ഈ അധികാരത്തിലൊക്കെ BJP എത്തുന്നതിന് മുമ്പ് നിസ്വാർത്ഥമായി BJPക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രതിജ്ഞാബദ്ധരായ നിസ്വാർത്ഥരായ ഒരു പറ്റം നേതാക്കന്മാർ. 2014 ശേഷം നരേന്ദ്രമോദി വന്നു, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ കിട്ടും എന്ന് ബോധ്യമായപ്പോൾ BJPയിലേക്ക് ചേർന്നവർ. ഇത്തരം ഒരു ഗ്രൂപ്പിനെയാണ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടി വീണ്ടും റീബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാലത്ത് ഈ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന പഴയകാല പ്രവർത്തകരെ ഒന്നിച്ചു നിർത്തണം. വളരെ സമർത്ഥരായ, പ്രാദേശികമായി കണ്ടെത്താൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തി കൊണ്ടുവരണം.